നമസ്കാരം. സാമ്പത്തിക സ്വാതന്ത്ര്യത്തിൻ്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. ഞാൻ ജയശ്രീ ഗോവിന്ദൻ, വറി ഫ്രീ റിട്ടയർമെൻറ്റ് കൺസൾട്ടൻറ്റ്. ഇന്ന് നിങ്ങളുടെ റിട്ടയർമെൻറ്റ് പ്ലാനിംഗ് കൂടുതൽ സുസ്ഥിരവും സുഖപ്രദവുമാക്കാൻ സഹായിക്കുന്ന പ്രധാന ഘടകങ്ങൾ എന്തൊക്കെയാണെന്ന് ചർച്ച ചെയ്യുന്നു. റിട്ടയർമെൻറ്റ് പ്ലാനിങ്ങിൽ നിന്ന് ഒഴിവാക്കേണ്ട പ്രധാന തെറ്റുകൾ എന്തൊക്കെയാണെന്ന് നോക്കാം. റിട്ടയർമെൻറ്റ് പ്ലാനിങ് നിർണായകമാണ്. പക്ഷേ പലരും അവരുടെ റിട്ടയർമെൻറ്റ് ലക്ഷ്യങ്ങളെ അട്ടിമറിക്കുന്ന രീതിയിലുള്ള കാര്യങ്ങളാണ് അല്ലെങ്കിൽ തെറ്റുകളാണ് ചെയ്യുക. ഒഴിവാക്കേണ്ട പ്രധാന തെറ്റുകൾ എന്തൊക്കെയാണെന്ന് നോക്കാം. നേരത്തെ തന്നെ ആരംഭിക്കേണ്ടതാണ് ഒരു റിട്ടയർമെൻറ്റ് പ്ലാൻ എന്ന് പറയുന്നത്. പക്ഷേ പലരും അത് റിട്ടയർ ആകുന്ന സമയം വരെ വെയിറ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇത് ഏറ്റവും വലിയൊരു തെറ്റുകളാണ്. ഈ റിട്ടയർമെൻറ്റ് പ്ലാനിങ് ഇപ്പോൾ എത്ര നേരത്തെ ആക്കുന്നോ അത്രയും നിങ്ങളുടെ നിക്ഷേപങ്ങൾ വളരാനുള്ള സമയം ലഭിക്കും. ചെലവുകൾ വിലയിരുത്താതിരിക്കുന്നത് മറ്റൊരു തെറ്റാണ്. പലരും റിട്ടയർമെൻറ്റിന് ശേഷം വരുന്ന ചെലവുകൾ, പ്രത്യേകിച്ചും ആരോഗ്യപരമായ ചെലവുകൾ കുറച്ചാണ് വിലയിരുത്തുക. ഇത് സാമ്പത്തികമായ സമ്മർദ്ദം ഉണ്ടാക്കും ആ ഒരു കാലഘട്ടത്തിൽ. വൈവിധ്യമല്ലാത്ത നിക്ഷേപം അതിലും പിന്നീട് വരുന്ന ഒരു തെറ്റാണ്. ഒരൊറ്റ നിക്ഷേപത്തിൽ മാത്രം ആശ്രയിച്ചായിരിക്കും അവർ ജീവിക്കാൻ പോകുന്നത്. റിസ്ക് കുറയ്ക്കാനായിട്ട് പല പോർട്ട്ഫോളിയോയിൽ നിക്ഷേപിക്കേണ്ടത് അത്യാവശ്യമാണ്. ഇൻഫ്ലേഷൻ അവഗണിക്കൽ. ഇൻഫ്ലേഷൻ എന്ന് പറയുന്നത് നമ്മളുടെ മണിയുടെ വാല്യൂ വർദ്ധിക്കുന്നതിനനുസരിച്ചിട്ട് നമ്മൾ അതിനെ ഒന്ന് കണക്ക് കൂട്ടിയിട്ട് വേണം. കാരണം ഇന്ന് നമ്മൾ ജീവിച്ചിരിക്കുമ്പോൾ ഇപ്പോൾ ഉദാഹരണത്തിന് ഒരു 100 രൂപയ്ക്ക് നമ്മൾ ഇന്നൊരു സാധനം വാങ്ങുന്നത് 10-20 വർഷം കഴിയുമ്പോഴത്തേക്കും 100 രൂപയ്ക്ക് അത് കിട്ടില്ല. അപ്പോൾ ആ ഒരു ഇൻഫ്ലേഷൻ നമ്മളെപ്പോഴും, അതായത് പണപ്പെരുപ്പം, അത് നമ്മളെപ്പോഴും ഒന്ന് കണക്ക് കൂട്ടേണ്ടത് നമ്മുടെ റിട്ടയർമെൻറ്റ് പ്ലാനിങ്ങിന് അത്യാവശ്യമാണ്. അല്ലെങ്കിൽ നമുക്ക് കിട്ടാൻ പോകുന്ന സമ്പാദ്യത്തിൻ്റെ വാല്യൂ അത് നഷ്ടപ്പെടുത്തും. പിന്നെ ചിലർ ചെയ്യുന്ന തെറ്റെന്ന് പറയുന്നത് റിട്ടയർമെൻറ്റ് അക്കൗണ്ടിൽ പണമൊക്കെ സേവ് ചെയ്യും. പക്ഷേ മറ്റ് അത്യാവശ്യങ്ങൾ, എമർജൻസികൾ വരുമ്പോൾ, പ്രത്യേകിച്ച് കുട്ടികളുടെ വിദ്യാഭ്യാസം, മാരേജ്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വരുമ്പോൾ ആ റിട്ടയർമെൻറ്റ് ഫണ്ടിൽ നിന്നും പണം പിൻവലിക്കും. ഇത് എന്ത് ചെയ്യുമെന്ന് വെച്ചാൽ, ഇങ്ങനെ പണം പിൻവലിക്കുമ്പോൾ അവിടെ ചില ബാങ്കുകൾ അല്ലെങ്കിൽ ചില ഇൻവെസ്റ്റ്മെൻറ്റ് ഏരിയയിൽ അതിനുള്ള ഫൈൻ അടയ്ക്കേണ്ടി വരാറുണ്ട്. അപ്പോൾ അങ്ങനെ ഒരു ഫൈൻ അവിടെ കൊടുക്കേണ്ടി വരുന്നു. അതുപോലെ തന്നെ നമുക്ക് റിട്ടയർമെൻറ്റ് ഫണ്ട്, ആ ഒരു കോർപ്പറേറ്റ് കുറയുകയും ചെയ്യും. ഇനി ചിലവരുണ്ട് ഒരു പ്ലാൻ പോലും ചെയ്തിട്ടില്ലാത്ത ആളുകളുണ്ട്. അതായത് ഒരു റിട്ടയർമെൻറ്റ് ആകുമെന്നോ അല്ലെങ്കിൽ അതിന് വേണ്ടി എന്തെങ്കിലും ഇപ്പോഴേ കരുതണമെന്നോ ചിന്തിക്കാത്ത ആളുകളുണ്ട്. ഒരു പ്ലാനും ചെയ്യാതെ, വിശദമായ റിട്ടയർമെൻറ്റ് പ്ലാനൊന്നും നിർമ്മിക്കാതെ അവർ സാമ്പത്തികമായിട്ട് വളരെയധികം പരാജയപ്പെടും. ഈ തെറ്റുകൾ ഒഴിവാക്കുന്നതിലൂടെ നിങ്ങൾക്ക് കൂടുതൽ സുരക്ഷിതവും സുഖപ്രദവുമായ റിട്ടയർമെൻറ്റ് ലൈഫ് ഉറപ്പാക്കാൻ സാധിക്കും. ഈ എപ്പിസോഡ് നിങ്ങൾക്ക് ഗുണകരമായെന്ന് കരുതുന്നു. കൂടുതൽ വിവരങ്ങൾക്കും നിങ്ങൾക്ക് അനുയോജ്യമായ പ്ലാൻ തിരഞ്ഞെടുക്കുന്നതിനും ഞങ്ങളുടെ സഹായം തേടാവുന്നതാണ്. ഞങ്ങളെ കോൺടാക്റ്റ് ചെയ്യാം. ഒരു ഫ്രീ കൺസൾട്ടേഷൻ ബുക്ക് ചെയ്യാനും നിങ്ങൾക്ക് സൗകര്യമുണ്ട്. അടുത്ത ഒരു എപ്പിസോഡിൽ കാണും വരെ ടേക്ക് കെയർ. ബൈ ബൈ.